ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ മട്ടൻ കറി. അതിനു വേണ്ടി മട്ടൻ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നു. പൊടികൾ: മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറും പിരിയമുളകും ചേർന്നതാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സവാള ഇടത്തരം ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, ഒരു ഉരുളക്കിഴങ്ങ്. ചതക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും ചതച്ചെടുക്കണം. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇത്രയുമാണ് ആവശ്യം. ഇതിലിട്ട് ഇത് ചതച്ചു കൊണ്ടുവരാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇത്രയും നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഇത് കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് പരിചയമുള്ളവരും ഫ്രണ്ട്സിനും എല്ലാം ഇതൊരു ഷെയറായിട്ട് അയച്ചു കൊടുക്കണേ. എന്നാലേ എനിക്ക് വാച്ച് അവർ കിട്ടി മോണിറ്ററൈസിങ് ആവുള്ളൂ. അല്ലെങ്കിൽ ആവാൻ ബുദ്ധിമുട്ട്. എല്ലാവരും നല്ലപോലെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കളർ മാറി സവാളയുടെ മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. സവാളയുടെ നിറം മാറി വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. സവാള പകുതി വാടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും ചുവന്നുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പകുതി മാറി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കും. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. മൂട്ടി പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ശേഷം മിക്സിയുടെ ജാറിൽ ഒഴിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി എണ്ണ തെളിയുന്നത് വരെ വിട്ടേക്കുക. എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് വേകുന്നതിന് വേണ്ടി തിരിച്ചു വെച്ച് അടച്ചു വെക്കുക. തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം.
फुल हो गया हाँ बोल दे फुल है ഇറച്ചിയെല്ലാം കഴുകിയിട്ടതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കണമെന്നില്ല. ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്നു ആദ്യത്തെ വിസിൽ തീ കൂട്ടി വെച്ചും ബാക്കിയുള്ളത് തീ കുറച്ച് വെച്ചും 5 വിസിൽ അടുപ്പിക്കുക. 2 വിസിലായപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം അടുപ്പ് ഓണാക്കി വീണ്ടും ഒരു 2 വിസിലും കൂടി ഇട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറവാണ്. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഉള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന മട്ടൻ കറിയാണിത്. വളരെ പെട്ടെന്ന് ആയിട്ടുണ്ട്. മൂപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇത് ബാച്ചിലേഴ്സിനും ഇത് പ്രവാസികൾക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി 2 ദിവസമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഇത് കഴിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കി നോക്കി എല്ലാവരും ചെയ്തു നോക്കുക. ഇത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.